പിണറായി വില കൂടിയ മത്സ്യമേ കഴിക്കൂ എന്ന് CPI നേതാവ് സി ദിവാകരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്ന സംഭവം. പരാമർശത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിരുന്നു. ചില ആളുകൾക്ക് ചില മീനുകളായിരിക്കും ഇഷ്ടമെന്നും A ക്ലാസ് B ക്ലാസ് മീൻ എന്നൊന്നും ഇല്ലെന്നുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. പിണറായി വിജയന്റെ മത്സ്യഭക്ഷണത്തോടുള്ള പ്രിയത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം സി ദിവാകരൻ പറഞ്ഞത്. 1-ാം ക്ലാസ് മീനുകൾ മാത്രമേ പിണറായി കഴിക്കൂ എന്നും മീൻ ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്നുമായിരുന്നു ദിവാകരൻ പറഞ്ഞത്. ഈ പരാമർശത്തിനാണ് ശിവൻകുട്ടി മറുപടി പറഞ്ഞത്. ദിവാകരന്റെ പ്രതികരണം ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. ബുക്കാകുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെ വേണ്ടേയെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. പിണറായി വിജയൻ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് സംബന്ധിച്ചായിരുന്നു ദിവാകരന്റെ വിവാദ പ്രസ്താവന. ആനത്തലവട്ടം ആനന്ദൻ VS പക്ഷക്കാരനായതിനാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിണറായിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലെന്നും കഴിക്കാൻ നൽകിയ ചൂരമീൻ ഇഷ്ടപ്പെട്ടില്ലെന്നുമാണ് ദിവാകരൻ പറഞ്ഞത്. എന്നാൽ പരാമർശം വിവാദമായതോടെ ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ഉണ്ടായത്. ദിവാകരനെ തള്ളിയാണ് ജീവയുടെ പ്രതികരണം. ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ പിണറായി സഖാവ് ഒരിക്കൽ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ജീവ പറയുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുഖമുയർത്തി നോക്കി നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാളെ ചൂണ്ടി ഇതാണോ ആനന്ദന്റെ ഭാര്യ എന്ന് പിണറായി ചോദിച്ചു. അപ്പോൾ അടുത്തു നിന്ന അമ്മയെ ചൂണ്ടി അച്ഛൻ പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ അമ്മയോടും യാത്ര പറഞ്ഞാണ് അന്ന് പോയതെന്ന് മകൻ ജീവ ആനന്ദൻ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. പാർട്ടിയുടെ തലമുതിർന്ന സഖാക്കൾ EMS-ഉം BDR-ഉം തുടങ്ങി സാധാരണ സഖാക്കളും നാട്ടുകാരുമൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത്. ആ പോസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. വിശപ്പിന്റെ വില നന്നായി അറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഭക്ഷണം കഴിക്കും. പരാതി പറഞ്ഞതായി ഇന്ന് വരെ കേട്ടിട്ടില്ല. അമ്മയ്ക്ക് ഭക്ഷണവും മരുന്നാണ്. ഇത് വീട്ടിൽ വരുന്ന പല സഖാക്കൾക്കും അറിയാം. പലപ്പോഴും ഗുണമുള്ള പച്ചക്കറി സൂപ്പും പലധാന്യ കുറുക്കുമെല്ലാം രുചിയില്ലെങ്കിലും ഗുണമോർത്ത് പലരും കുടിച്ചിട്ടുണ്ട്. സഖാവ് EMS കഴിക്കുന്ന ഭക്ഷണ രീതി കണ്ടും കേട്ടുമാണ് വളർന്നിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രത്തിൽ കളയാനൊന്നും കാണില്ല. എല്ലാം കഴിച്ച് പാത്രത്തിൽ എന്തെങ്കിലും പറ്റിയിരുന്നാൽ അതും എടുത്തു കഴിച്ച് ക്ലീൻ ആക്കി വെക്കും. ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു ചോറ് താഴെ പോയാൽ അതെടുത്ത് കഴിച്ചേ മതിയാകൂ. കളയാൻ അമ്മ സമ്മതിക്കില്ല. ചോറ് താഴെ പോയാൽ അപ്പോൾ സഖാവ് EMS ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞു തരും. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴും നേതാക്കൾ ചിറിയൻ കീഴ് വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കാറുണ്ടായിരുന്നു. നേതാക്കൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് AKG സെന്ററിൽ നിന്നും വിളിച്ചറിയിക്കും. സഖാവ് EMS-ന് കറികളിൽ ഉപ്പും എരിവും പുളിയൊന്നും പാടില്ല. തേങ്ങാപ്പാലിൽ മീൻ വേവിച്ച് അതിലൊരു തക്കാളി അരിഞ്ഞിടും. അങ്ങനെയാണ് സഖാവ് EMS കഴിക്കുന്നത്. BTR-നും എരിവും ഉപ്പും പാടില്ല. BTR-ന് തയ്യാറാക്കിയ ഭക്ഷണം പാത്രത്തിലാക്കി പ്രത്യേകം പേരെഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു എന്നും അമ്മ ഓർക്കുന്നുണ്ട്. ഗൗരി അമ്മയ്ക്ക് പൊടിയരി കഞ്ഞിയും കായ് കൊണ്ടുള്ള അവിയലും. അതിൽ കടുക് വറുക്കാൻ പാടില്ല. കുഞ്ഞന്മാർക്ക് കൊടുത്തോടോ എന്ന് ചോദിച്ചിട്ടേ ഗൗരി അമ്മ കഴിക്കും. സുശീല സഖാവിന് എന്ത് കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ടെൻഷനുമില്ല. അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമുള്ളത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണുനേരം കഴിഞ്ഞ ശേഷം അച്ഛൻ പിരപ്പൻകോട് മുരളി സഖാവിനെയും കൊണ്ടുവന്നപ്പോൾ ചോറും കുറച്ച് നത്തോലി കറിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊടുത്ത ഭക്ഷണം കഴിച്ച് സഖാവ് സന്തോഷത്തോടെ പോയി. നായനാർ സഖാവ് പല പ്രാവശ്യം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സഖാവ് VS ഒരിക്കൽ എത്തുമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല. പക്ഷെ പിന്നൊരിക്കൽ വന്നപ്പോൾ കൂവരക് കാച്ചിയത് കൊടുത്തു. ഒരു പഴവും കഴിച്ചു. മറ്റു ഭക്ഷണമൊന്നും കഴിച്ചില്ല. കാട്ടായിക്കോണം സഖാവ് എല്ലാ അശ്വതി ഭരണി ഉത്സവത്തിനും അശ്വതി ദിവസം ആശാരി സഖാവുമായി എത്തുമായിരുന്നു. ആൽത്തറമൂട് കരയിൽ തിരുവിഴ ജയശങ്കറിന്റെ നാഗസ്വരവും വളയപ്പെട്ടി സുബ്രഹ്മണ്യന്റെ തകിലും കേൾക്കാൻ. അപ്പോൾ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും. കരിമീനും പരിച്ചിലുമായിരിക്കും മിക്കവാറും നേതാക്കൾ വരുമ്പോൾ ഉള്ള സ്പെഷ്യൽ. നാട്ടിലെ സഖാക്കളാണ് മീനെത്തിക്കുക. നക്സൽ മാമൻ, തുളസി മാമൻ എന്നിവരൊക്കെ. ഭക്ഷണം പാചകം ചെയ്യാൻ അമ്മയെ സഹായിക്കാനായി ഭാരതി അമ്മ വരും. ഭാരതി അമ്മ സൂപ്പറായി മീൻ കറി വെക്കും. അമ്മ ചപ്പാത്തി ഉണ്ടാക്കും. അതിന് മാവ് കുഴയ്ക്കാനും മറ്റും ഞങ്ങളും സഹായിക്കും. ഒരിക്കൽ കൊഞ്ച നുള്ളിയെടുത്തത് ഞാനായിരുന്നു.
ഭക്ഷണം വിളമ്പാൻ സഹായിക്കുന്നത് സഖാവ് കനകദാസാണ്. മാമനാകുമ്പോൾ എല്ലാവർക്കും വിളമ്പിയെത്തിക്കും. മേൽപ്പറഞ്ഞവർ മാത്രമല്ല, മുതിർന്ന സഖാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട്. 2016, 2017 ഓണത്തിനുള്ള വെള്ളം കളിക്ക് പക്ഷെ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമല്ലായിരുന്നു, പുറത്തുനിന്നും വരുത്തി നൽകുകയാണ് ഉണ്ടായത്. അച്ഛൻ MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അവധി ദിവസങ്ങളിൽ അച്ഛനെ കാണാൻ വരുന്നവരൊക്കെ പോയി അച്ഛനും ഇറങ്ങിയ ശേഷമായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചത്. കാരണം വരുന്നവരിൽ ചിലരോടെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ലൈലെ കാപ്പി കൊടുക്കൂ എന്ന് വിളിച്ചു പറയും. ഉണ്ടാക്കിയ ഭക്ഷണം തീർന്നു പോയാൽ അമ്മയ്ക്ക് അങ്കലാപ്പാകും. ഇത് മനസ്സിലാക്കി ഞാൻ അത്തരം ദിവസങ്ങളിൽ ആളൊടിഞ്ഞ ശേഷം ഉച്ചയോടെയായിരിക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളത്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.